പണ്ട് ഞാൻ അങ്ങനെ തന്നെ, ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ. രാവിലത്തെ കൊള്ളതെല്ലാമായി. ഇനി ഉച്ചക്കത്തേക്കൂടെ ശരിയാക്കി വെച്ചിട്ട് വേണം മീറ്റിങ്ങിന് കയറാൻ. എന്നാണ് എന്നെ ജോലി എന്ന് പറഞ്ഞു വിടുന്ന ദൈവത്തിനറിയാം. ഈ മുട്ട കൂടി കറി വെക്കാം. അച്ഛനും അമ്മയും ചിക്കൻ കഴിക്കുന്നില്ലല്ലോ, അപ്പൊ അവർക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. മോളെ, നീ എന്താ രാവിലെ നിന്ന് പിറുപിറുക്കുന്നത്? അച്ഛനോ? ഞാനേ ഒന്നുമില്ല അച്ഛാ. ഉച്ചക്കത്തേക്ക് എന്ത് കറി വേണമെന്ന് ആലോചിക്കുമായിരുന്നു. ചായ വേണോ അച്ഛന്? പിന്നെ അതെന്ത് ചോദ്യമാ മോളെ? ചായ വേണം. അതൊക്കെ പോട്ടെ, നീ ആ സരസ്വതി എങ്ങാനും കണ്ടോ? ഇങ്ങോട്ടേക്കൊന്നും വന്നില്ല അച്ഛാ. അമ്മയ്ക്ക് ഒരു ഫോൺ കിട്ടിയ ശേഷം അടുക്കള ഭാഗത്തേക്ക് വരാറില്ല. ഏത് നേരവും റീൽസ് എടുക്കുന്ന തിരക്കിലാണ് അമ്മ. അവളുടെ ഒരു റീൽസ് എന്നാണ് ആ കുന്ത്രാണ്ട് എടുത്ത് ഞാൻ കിണറ്റിലെറിയുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. ആ ഫോണെങ്ങാണ് അച്ഛൻ എടുത്താൽ അച്ഛനായിരിക്കും കിണറ്റിൽ പോകുന്നത്, ഫോൺ ആയിരിക്കില്ല. എന്നാ എനിക്കൊന്ന് അറിയണമല്ലോ. ഇന്ന് ഞാൻ അവൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഞാൻ ആരാണെന്ന്. കണ്ടോ? ദൈവമേ, ഇന്ന് അച്ഛൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൂട്ടും. ഭഗവാനെ കാത്തോണേ, എന്റെ ഈശ്വരാ അച്ഛനെ കാത്തോണേ. അച്ഛനെ കുറച്ചെങ്കിലും ബാക്കി വെച്ചാൽ മതിയായിരുന്നു അമ്മ. മിക്കവാറും അമ്മ ഇന്ന് അച്ഛനെയും കൂട്ടി ഒരു ഡ്യുവറ്റ് റീൽ ചെയ്യും. ദിൻ തരികിട തോം തരികിട താൻ തരികിട തോം തിട്ടിത്തരികിട തിട്ടിത്തരിട ധാം തരികിട തോം. അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മ എന്താ വെറുതെ ചിരിക്കുന്നത്? എനിക്കല്ലടാ പറ്റിയത്, പറ്റാൻ പോകുന്നത് നിന്റെ അപ്പൂപ്പനാ. ഇന്ന് എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും. നിന്റെ അമ്മൂമ്മ മിക്കവാറും അപ്പൂപ്പനെ ഇന്ന് തട്ടും, നീ നോക്കിക്കോ. അപ്പൂപ്പനെ എന്ത് ചെയ്യാൻ അമ്മൂമ്മ? You just wait and see മോനെ, you just wait and see. എന്തൊക്കെയാണോ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ദൈവം തമ്പുരാൻ അറിയാം. അതെന്തേലും ആകട്ടെ, എന്താ ഇന്ന് രാവിലെ കഴിക്കാനുള്ളതെന്ന് പറ ആദ്യം. കഴിക്കാൻ പുട്ടും കടലയും, അത് ഡൈനിങ് ടേബിളിൽ അടച്ചു വെച്ചിട്ടുണ്ടല്ലോ, പോയി എടുത്ത് കഴിക്കും. പുട്ടും കടലയുമോ? ഇന്നും ഇത് മാത്രമേ ഉള്ളൂ കഴിക്കാൻ? അല്ലടാ, നിനക്ക് ഞാൻ പൊറോട്ടയും ബീഫ് കറിയും ഉണ്ടാക്കാം, വേണമെങ്കിൽ തിന്നിട്ട് പോച്ചെടുക്കാം. ഒരു ദിവസം ഈ പുട്ടുകുറ്റി എടുത്ത് ഞാൻ കിണറ്റിൽ കൊണ്ടുവരും, കണ്ടോ? താമസിക്കാതെ തന്നെ ചെയ്യുന്നുണ്ടത്. എനിക്കൊന്നും വേണ്ട പുട്ടും കടലയൊന്നും. എന്താ ഇന്ന് എല്ലാവരും എല്ലാ സാധനങ്ങളും കിണറ്റിടുന്നതിനെ കുറിച്ച് പറയുന്നത്? ഇവരൊക്കെ എന്താ കിണറ്റിൽ നിന്നാണോ ഉണ്ടായത്? നീങ്ങി വാടാ, പുട്ടുകുറ്റി കിണറ്റെറിയാനായിട്ട് തളമ്പടെ നല്ല പൊട്ടിക്കും, കണ്ടോ? എന്തെങ്കിലുമൊക്കെ ആകട്ടെ, വേണമെങ്കിൽ തിന്നട്ടെ. എന്നെ കൊണ്ടൊന്നും വയ്യ ഇങ്ങനെ ഇതിങ്ങടെ പുറകെ നടക്കാനും. അച്ഛൻ എന്തേ ആവോ ദൈവമേ. അച്ഛനെ അമ്മ തല്ലിക്കൊന്നോ അനക്കും ഒന്നും കേൾക്കുന്നില്ല. അതിനെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ മിക്കവാറും ഇന്ന് ചിരിച്ച് ചാവും. അച്ഛൻ്റെ ഒരു കാര്യം, ഇന്ന് അച്ഛൻ്റെ കച്ചവടം തീരും ദൈവമേ. A few moments later. ഇന്ന് ഞാനൊരു ഹോം ടൂറാണ് ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീട് കാണണ്ടേ? ബാ, നമുക്ക് വീടിനുള്ളിലേക്ക് പോകാം. ഓക്കെ? ഇപ്പോൾ ക്യാമറയുമായി നിൽക്കുന്നത് ബാൽക്കണിയിലാണ്. ഇവിടെയാണ് ഞാൻ എൻ്റെ എല്ലാ റീൽസും ഒന്ന് ചെയ്യാറുള്ളത്. ഇതാണ് ഏറ്റവും ശാന്തസുന്ദരമായ സ്ഥലം. ഈ വീട്ടിൽ അധികം സൗണ്ടുകളൊന്നുമില്ലാത്ത സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. എന്തിനാ മനുഷ്യൻ ഞങ്ങളുടെ കാറ് കൂവുന്നത്? ഞാൻ ഇവിടെ അല്ലേ നിൽക്കുന്നത്, നശിപ്പിച്ച്. ഞാൻ ആദ്യം മുതൽ വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യം മനസ്സമാധാനത്തോടെ ചെയ്യാൻ ഇങ്ങനെ സമ്മതിക്കത്തില്ല. എപ്പ നോക്കിയാലും കൊരസു. നീയും നിന്റെ ഒരു റീൽസ് നിർത്തിക്കോളാം ഇന്നത്തോടെ എല്ലാം. ഇതെല്ലാം കൂടി വലിച്ചെറിഞ്ഞ് ഞാൻ കൂടി കിണറ്റിലെറിയാൻ പോവാ. എനിക്കിത് കാണട്ടെ, കുറെ നാളായി ഞാൻ ക്ഷമിക്കുന്നു. എന്റെ ഫോണിൽ എങ്ങാനും തൊട്ടാൽ നിങ്ങളെ ഞാൻ തട്ടും. ദൈവത്തിനാണ് നിങ്ങളെ ഞാൻ തട്ടുവേ. എന്നായിട്ടൊന്ന് അറിഞ്ഞിട്ട് തന്നെയുള്ളൂ കാര്യം. നീയാണോ ഭർത്താവ്, ഞാനാണോ ഭർത്താവെന്ന് ഇന്ന് തീരുമാനിക്കും. നോക്കട്ടെ ഈ വീട്ടിലെ നാഥൻ ആരാണെന്ന് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. മാറു മനുഷ്യ, അതേലൊന്നും തുടരുന്നാ പറഞ്ഞത്. നിങ്ങളെ ശരിയാക്കും, മാറു മനുഷ്യ. അയ്യോ എന്റെ ഫോൺ, നിങ്ങളെ ഞാനുണ്ടല്ലോ. എന്റെ അമ്മച്ചേ, ഇവളെന്നെ കൊന്നേ, ആരെങ്കിലും ഒന്ന് ഓടി വായോ. എന്റെ തല തല്ലി പൊട്ടിച്ചിട്ട് നീ ഇരുന്ന് കരയുന്നോടി സരസു. എടി രാക്ഷസി, ഞാനിവിടുന്ന് എഴുന്നേറ്റോട്ടെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നാ ഞാനിനി ഓവർ ആക്ടിങ് ചെയ്ത് ചാവുന്നില്ല. നിങ്ങളോട് ആര് പറഞ്ഞു ഞാൻ റീൽസ് ചെയ്യുന്നിടത്തോട്ട് വരാന്? പിന്നെ നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റാൽ എന്റെ ദേഹത്തെങ്ങാനും കുതിര കയറാൻ വന്നാലുണ്ടല്ലോ, നിങ്ങളെ ഞാൻ ആ വീടിന്റെ മണ്ടക്കും ചെല്ലി താഴെ ഇടും, പറഞ്ഞേക്കാം. ഇങ്ങോട്ട് മാറി നിൽക്കടി പെണ്ണെ, ഞാനൊരു ഹോസ്പിറ്റൽ റീൽ ചെയ്യട്ടെ. ഹലോ
ഹലോ ഗൈസ്, നിങ്ങൾ എൻ്റെ അവസ്ഥ കണ്ടില്ലേ? എൻ്റെ പെണ്ണുമ്പിള്ള എന്നെ പഞ്ഞിക്കിട്ടത് നിങ്ങൾ കണ്ടില്ലേ? ഈ വീഡിയോസിന് ലൈക്കും ഷെയറും വ്യൂസും കിട്ടിയില്ലെങ്കിൽ അവൾ എന്നെ തല്ലിക്കൊല്ലും. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.